അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, സുന്നി യുവജന ഫെഡറേഷൻ പ്രസിദ്ധീകരണ വിഭാഗം മിങ്കിൾ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബുക്ക് റിവ്യൂവിൽ പ്രഗത്ഭ പണ്ഡിതരും നാദാപുരം മുദരിസുമായ അഭിവന്യ ഗുരു ഷെയ്ഖുന കെ കുഞ്ഞാലി ഉസ്താദ് അവറുകൾ രചിച്ച ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്ന ഗ്രന്ഥത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും അംഗീകാരങ്ങളും അടങ്ങുന്നതാണല്ലോ ഹദീസുകൾ. ഈ ഹദീസുകളുടെ ക്രോഡീകരണം ഉത്തമ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ലോകത്ത് നിലനിന്നിട്ടുണ്ട്. ആ സമാഹാരങ്ങളിൽ നിന്നും പ്രഗത്ഭ പണ്ഡിതരും വൈജ്ഞാനിക രംഗത്ത് മഹാത്ഭുതം സൃഷ്ടിച്ച അതുല്യ ഗ്രന്ഥകാരനുമായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തിരഞ്ഞെടുത്ത 40 ഹദീസുകൾ അർബഈൻ നവവിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ഗ്രന്ഥത്തിന് ലോകത്ത് വളരെയധികം പ്രസിദ്ധി ലഭിച്ചിട്ടുണ്ട്, പ്രചാരം ലഭിച്ചിട്ടുണ്ട്, സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ അതിന് ചെറുതും വലുതുമായ ധാരാളം വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ ഈ 40 ഹദീസുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹാന്മാർ ഈ 40 ഹദീസുകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്കും സ്വീകാര്യത ലഭിച്ച ഈ അർബഈൻ നവവിയ, ഈ അർബഈൻ നവവിയയിലെ ഓരോ ഹദീസുകളും മഹാനായ മലയാളത്തിലും അറബിയിലുമായി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച ഷെയ്ഖുന അവറുകൾ ബുൽബുൽ മാസികയിൽ ഈ 40 ഹദീസുകൾക്ക് അർത്ഥവും വ്യാഖ്യാനവും നൽകി പ്രസിദ്ധീകരിച്ചു. ആ 40 ഹദീസുകളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം. നാദാപുരം ചാലപ്പുറം ജാമിയ ഫലാഹിയ അൽ ഫലാഹ് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണിത്. ഇതിൽ മഹാനവറുകൾ 40 ഹദീസുകളും വിശദീകരിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നുന്ന ഓരോ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയതായി കാണാം. ഇബാദത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോഴും ബിദ്അത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോഴും ഒരു കൃത്യതയും വ്യക്തതയും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഓരോ ഹദീസുകളും എങ്ങനെയാണ് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത്, പ്രചരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രബോധകർക്കൊക്കെയും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. മഹാനവറുകൾ ഒരു കാര്യം പറയുന്നത് കാണാം: നിങ്ങൾ തിന്മയെ വിരോധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഒരു സംഗതി പറഞ്ഞത് കാണാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ നന്മ ചെയ്യുന്നതുവരെ
ജനങ്ങളോട് ഉപദേശിക്കാറില്ല, തിന്മ ഒഴിക്കുന്നതുവരെ വിരോധിക്കാറുമില്ല. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകിയത്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുക നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും, ചീത്ത വിരോധിക്കുക നിങ്ങൾ ഒഴിയുന്നില്ലെങ്കിലും എന്ന് പറഞ്ഞ് വിശദീകരണം നൽകുമ്പോൾ നമുക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവിടെ ധർമ്മം കൊണ്ട് കൽപ്പിക്കണം എന്നുള്ള ഒരു പാഠം നൽകുകയാണ്. പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു സംഗതിയുണ്ട്, ചെയ്യുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. അതിൽ നിന്നും എനിക്കൊരു കൗതുകമായി തോന്നിയ ഒരു സംഗതി മാത്രം പറഞ്ഞെന്നേ ഉള്ളൂ. അതുപോലെ ഒരുപാട് ചരിത്ര സംഭവങ്ങളും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങളും പാഠങ്ങളും ഇതിൽ കാണാൻ കഴിയും. അതിലെല്ലാം ഉപരി മഹാനവറുകൾ നൽകിയ ഓരോ ഹദീസിൻ്റെയും അർത്ഥങ്ങളും വളരെയധികം കൗതുകം നിറഞ്ഞതാണ്. എന്തെന്നാൽ നമുക്കെല്ലാം പല ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്ന, തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് തുടങ്ങുന്ന ഹദീസ്, അതിൽ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി എന്നുള്ളിടത്തിൽ എന്താണ് അർത്ഥം നൽകേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും എന്താണ് അർത്ഥം വെക്കേണ്ടതെന്ന് തിരിയാതെ പോയിട്ടുണ്ടാകും. എന്നാൽ മഹാനവറുകൾ അവിടുത്തെ ഗുരു ശംസുരടമാക്കിയനോറിൽ നിന്നും നുകർന്ന അറിവ് കൊണ്ട് പറയുന്നത് കാണാം. അതിൻ്റെ അർത്ഥം, അപ്പോൾ ഒരാളുടെ മനസ്സിൻ്റെ പോക്ക് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ അവൻ്റെ ഫലപ്പോക്കും അതിലേക്കു തന്നെയെന്ന് മഹാനവറുകൾ അർത്ഥം നൽകുമ്പോൾ വലിയൊരു സന്തോഷം ലഭിക്കുന്ന രൂപത്തിലുള്ള അർത്ഥങ്ങൾ ഇതിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഓരോ ഹദീസുകൾക്കും കൃത്യമായ അർത്ഥവും ആ വ്യാഖ്യാനവും നൽകി സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിലുള്ള നല്ല ഒരു ഗ്രന്ഥമാണ് ഷെയ്ഖുനായുടെ ഇമാം നബവിയുടെ 40 ഹദീസുകൾ എന്ന ഈ ഗ്രന്ഥം. നമുക്ക് പ്രബോധകർക്കെന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിനാ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള വളരെ നല്ലൊരു ഗ്രന്ഥമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.